അന്ന് റഷ്യ മാത്രം ഈ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കാൻ റഷ്യ എന്താണ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഇസ് ഡേ 80 ഓഫ് 100 Days 100 Story സീരീസ്. സോ ഞാനിടുന്ന ഈ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധം മറികടക്കാൻ പറ്റാത്തതുകൊണ്ട് അന്നത്തെ ആയുധ ശക്തികളായിട്ടുള്ള അമേരിക്കനെയും ചൈനയും പാകിസ്ഥാൻ കൂട്ടുപിടിച്ചു. ഇന്ത്യയെ കീഴടക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ആ രാജ്യങ്ങളും ഇന്ത്യ അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സെന്ററിലിരിക്കുന്ന ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാനും ചൈനയുടെ വാർഷിപ്പ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് അറ്റാക്ക് ചെയ്യാനും അമേരിക്കയുടെ കപ്പൽപ്പട ബേ ഓഫ് ബംഗാൾ വഴി വന്ന് ഈസ്റ്റ് ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യാനും UK വാർഷിപ്പ് ഇന്ത്യയുടെ വെസ്റ്റ് ഇന്ത്യയിലും അറ്റാക്ക് ചെയ്ത് ഇന്ത്യയെ കീഴടക്കാനായിരുന്നു ശ്രമം. അന്ന് ഈ എല്ലാ അറ്റാക്കും ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ആയുധ ശേഖരണം ഇല്ലാത്ത ഇന്ത്യ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണെന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ, അതായത് റഷ്യ, സപ്പോർട്ടുമായിട്ട് വരുന്നത്. വ്ളാഡിവോസ്റ്റോക്കിൽ നേവൽസും സബ്മറൈൻസും ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് എത്തിച്ചു. ഈ മൂന്ന് രാജ്യത്തിന്റെയും ആയുധ ശേഖരത്തിനേക്കാൾ പവർഫുൾ ആയിരുന്നു അവ. സോവിയറ്റ് യൂണിയന്റെ ആ ഒരു ഫോഴ്സും സപ്പോർട്ടും കണ്ട് മറ്റുള്ള രാജ്യങ്ങൾ പേടിച്ച് പിന്മാറുകയായിരുന്നു പിന്നീട് ചെയ്തത്. അന്ന് റഷ്യ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ ഈ ഒരു രൂപത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യ റഷ്യ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണ് തോന്നിയെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിന് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.